എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഉള്ള സന്ധ്യാവന്ദനങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വൈകി എങ്കിലും തേടിയെത്തിയ നീതി എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് എൻ്റെ ബഹുമാന്യ ശ്രോതാക്കൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എൻ്റെ ഈ ടൈം ലൈനിലുള്ള ആളുകൾ ദയവായി ഇത് ഒന്ന് ഷെയർ ചെയ്യണം. മറ്റനേക ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടും എന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ നിന്റെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കും. തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഇനി നീതിയുള്ള കിരീടം ആ ദിവസത്തിൽ എനിക്ക് ലഭിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് ഒരു പക്ഷെങ്കിൽ ഇവിടെ വൈകിപ്പോകുന്നതോ നിഷേധിക്കപ്പെടുന്നതുമായുള്ള നീതി ദൈവം ഒരിക്കൽ നിശ്ചയമായും മടക്കിത്തരും എന്നുള്ള ശുഭപ്രതീക്ഷയും പ്രത്യാശയുമാണ് വീണ്ടും ജനിച്ച ദൈവ മക്കൾക്കുള്ളത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, വിശേഷാൽ കേരളത്തിലെ നീതിപീഠത്തിന്റെ ചരിത്രത്തിൽ ആകാശത്തോളം നീതിപീഠത്തിന്റെ മാന്യത ഉയർന്നതും ജനശ്രദ്ധ പിടിച്ചുപറ്റിയതുമായിട്ടുള്ള ഒരു നീതിയുടെ വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട CBI പ്രത്യേക കോടതി തിരുവനന്തപുരത്ത് വെച്ച് അഭയയുടെ കേസിനോട് ബദൽ വിധിച്ച വിധി പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം കുറ്റം ചെയ്തവർ എന്ന് പറയപ്പെടുന്ന ആളുകൾ കുറ്റവാളികളാണെന്ന് കോടതി കണ്ടെത്തിയതായി ഇന്നലെ കോടതിയുടെ പരാമർശമുണ്ടായിരുന്നു. ഇന്നാണ് ചരിത്ര പ്രസിദ്ധമാകുന്ന അതിന്റെ വിധി ചരിത്രത്തിന്റെ തങ്ക രേഖകളിൽ സ്ഥാനം പിടിച്ചത്. വളരെ വൈകിപ്പോയി എന്ന് വന്നാലും നീതി നിഷേധിക്കപ്പെടുകയില്ല. ദൈവം തന്റെ സ്ഥാനാപതികളായി വച്ചിരിക്കുന്ന ന്യായാധിപന്മാരും പോലീസ് അധികൃതരും തങ്ങളുടെ കൃത്യനിർവഹണം ദൈവത്തിന്റെ ദാസന്മാർ എന്ന നിലയിൽ വൈകിയാലും അത് നടപ്പിലാക്കും എന്നുള്ളതിന്റെ ബൈബിളികമാകുന്ന ഒരു തെളിവുകൂടിയാണ് ഇന്ന് ഉണ്ടായ ചരിത്ര പ്രസിദ്ധമാകുന്ന ഈ വിധി എന്ന് പറയുന്നത്. ഈ വിധിയെ സംബന്ധിച്ച് ഒരുപാട് സമ്മിശ്രമാകുന്ന പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഞാൻ പ്രഥമത തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളെയും നീതിപീഠം കൈകാര്യം ചെയ്ത CBIയുടെ പ്രത്യേക ജസ്റ്റിസിനെയും അതുപോലെ ഈ കേസ് അന്വേഷിക്കുന്നതിൽ സഹകരിച്ച എല്ലാ ബഹുമാന്യ സ്നേഹിതരെയും ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റികളെയും ദൈവനാമത്തിൽ പ്രശംസിക്കുകയും അവർക്കുള്ള നന്ദിയെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഞാൻ യൂട്യൂബിൽ സമയം കിട്ടുമ്പോൾ സശ്രദ്ധം കേൾക്കുന്ന 2 വിഷയങ്ങളാണ്. ഒന്ന്, ബഹുമാനപ്പെട്ട റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ചരിത്രത്തിന്റെ താഴ്വഴിയിൽ കൂടിയുള്ള എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ കുറ്റാന്വേഷണ പരമ്പരയും, അതുപോലെ കേരള പോലീസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ SP ആയി ദീർഘകാലം സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് അവറുകളുടെ ചരിത്രം എന്നിലൂടെ എന്നുള്ള കുറ്റാന്വേഷണ പരമ്പരയും അത് വായിച്ച് അത് കേട്ട് ഞാൻ വളരെയധികം സന്തോഷമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ ബഹുമാനപ്പെട്ട ജോർജ് ജോസഫ് സാറിനെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ വിളിക്കുകയും ഒരു വാക്ക് അപ്രീസിയേഷനായി ഞാൻ പറയുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. യാതൊരു വിധമായ വലിപ്പഭാവം കൂടാതെ അദ്ദേഹം എന്നോട് 5 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലും വിശേഷാൽ ഇന്ത്യയിലും ഉള്ള നമ്മുടെ പോലീസ് അധികാരികളും അതുപോലെ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമുള്ളവരും അവർക്ക് തുമ്പ് കിട്ടാത്ത കേസുകൾ പോലും കണ്ടെത്തുവാൻ വളരെ വൈഭവവും ദൈവം നൽകിയിട്ടുള്ളതുമായിട്ടുള്ള അധികാരികളാകുന്നു എന്ന് ഒരു പ്രാവശ്യം കൂടെ തെളിയിക്കപ്പെട്ട ചരിത്രത്തിന്റെ നിർണായകമായ വിധിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട CBI കോടതി നൽകിയിരിക്കുന്നത്.
നാം എല്ലാവരും പത്രദ്വാരായും മറ്റു മാധ്യമങ്ങൾ വഴിയായും അറിഞ്ഞിരിക്കുന്ന പോലെ സിസ്റ്റർ അഭയയുടെ കേസിന്റെ നാൾ വഴി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. 1990-കളിൽ ഞാൻ കോട്ടയത്ത് താമസിക്കുന്ന നാളുകളിലാണ് ഈ സംഭവം അവിടെ അരങ്ങേറിയത്. അന്ന് പത്രദ്വാര ഈ വിഷയം വായിച്ചു എന്നുള്ളതല്ലാതെ അതേ സംബന്ധിച്ച മറ്റു കാര്യങ്ങളൊന്നും നമുക്കാർക്കും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. 1992 മാർച്ച് മാസം 27-ാം തീയതിയാണ് കോട്ടയം പയസ് 10th കോൺവെന്റ് അന്തേവാസിനിയും BCM കോളേജ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയുമായിരുന്ന സിസ്റ്റർ അഭയുടെ മൃതദേഹം അവൾ പാർത്തു വന്ന കോൺവെന്റിലെ കിണറ്റിൽ കണ്ടെത്തിയത്. 1992 മാർച്ച് മാസം 31-ാം തീയതി, അതായത് 27-ാം തീയതി നടന്ന ആ സംഭവത്തോട് മുതൽ 31-ാം തീയതി ജോമോൻ പുത്തൻപുരയ്ക്കൽ കൺവീനറായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതായി പത്രദ്വാര നമ്മൾ വായിച്ചു മനസ്സിലാക്കി. 1993 ജനുവരി മാസം 30-ാം തീയതി സിസ്റ്റർ അഭയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള നിഗമനത്തിലാണ് അന്നത്തെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായിരുന്ന ക്രൈംബ്രാഞ്ച് വന്നെത്തിയത്. 1993 ഏപ്രിൽ മാസം 30-ാം തീയതി അന്നത്തെ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന ബഹുമാനപ്പെട്ട വർഗീസ് പി തോമസ്, അദ്ദേഹം ഇന്നലെയും പ്രതികരിച്ചിരുന്നു, ജീവിച്ചിരിപ്പുണ്ട്. വർഗീസ് പി തോമസിന്റെ നേതൃത്വത്തിൽ CBI കേസ് അന്വേഷണം ഏറ്റെടുത്തതായി നമ്മൾ വായിച്ചു മനസ്സിലാക്കി. 1993 ഡിസംബർ മാസം 30-ാം തീയതി ബഹുമാനപ്പെട്ട വർഗീസ് പി തോമസ് എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ച് DYSP കേസിന്റെ തുടരന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം സർവീസിൽ നിന്ന് രാജിവെച്ച് വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചു. 1994 മാർച്ച് മാസം 27-ാം തീയതി CBI SP കേസ് ആത്മഹത്യ ആക്കണം എന്നാവശ്യപ്പെട്ട് തനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന് വർഗീസ് പി തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് നാം എല്ലാവരും ശ്രദ്ധിച്ചതാണ്. 1994 ജൂൺ മാസം 2-ാം തീയതി CBI പ്രത്യേക സംഘത്തിന് അന്വേഷണ ചുമതല ലഭിച്ചു. 1996 ഡിസംബർ മാസം 6-ാം തീയതി അന്വേഷണം തുമ്പുണ്ടാക്കാൻ കഴിയില്ലെന്നും അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട CBI എറണാകുളം CJM ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. 1997 ജനുവരി മാസം 18-ാം തീയതി CBI റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് അഭയുടെ പിതാവ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. 1997 മാർച്ച് മാസം 20-ാം തീയതി കേസ് പുനരന്വേഷിക്കുവാൻ എറണാകുളം CJM കോടതി ഉത്തരവിടുകയുണ്ടായി. 1999 ജൂലൈ മാസം 12 അഭയെ കൊലപ്പെടുത്തിയെന്ന CBI റിപ്പോർട്ട് തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിനാൽ പ്രതികളെ പിടികൂടാൻ പ്രയാസമുണ്ട് എന്ന് കാണിച്ചുകൊണ്ടും CBI രംഗത്ത്. 2000 ജൂൺ മാസം 23-ാം തീയതി CBI ഹർജി എറണാകുളം CJM കോടതി തള്ളി. അതും പത്രദ്വാര നമ്മൾ വായിച്ചാണ്ടേക്ക് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. സത്യം പുറത്തു കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടെ ആയിരുന്നില്ല CBI അന്വേഷണമെന്നും കോടതിയുടെ കുറ്റപ്പെടുത്തൽ. അത് കഴിഞ്ഞ് 2001 മെയ് മാസം 18-ാം തീയതി കേസിൽ കൂടുതൽ അന്വേഷണം നടത്താൻ ഹൈക്കോടതി പ്രത്യേകമായി നിർദ്ദേശം നൽകുകയുണ്ടായി. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത് 2005 ഓഗസ്റ്റ് മാസം 21-ാം തീയതി കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI 3-ാം തവണയും കോടതിയെ സമീപിച്ചു. 2007 ഏപ്രിൽ മാസത്തിൽ അഭയ കേസിലെ ആന്തരിക അവയവ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ സംഭവിച്ചു എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തലോടെ കേസ് വീണ്ടും സജീവമാകുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന രജിസ്റ്ററിൽ നിന്ന് അഭയുടെ റിപ്പോർട്ട് കാണാതായെന്ന് കോടതിയിൽ പോലീസ് സർജന്റെ റിപ്പോർട്ട്. 2007 മെയ് 22 ഫോറൻസിക് റിപ്പോർട്ടിൽ തിരുത്തൽ നടന്നതായി തിരുവനന്തപുരം CJM കോടതി വ്യക്തമാക്കുന്നു. 2007 ജൂൺ 11 കേസ് അന്വേഷണം പുതിയ CBI സംഘത്തെ ഫലമേൽപ്പിക്കുന്നു. 2007 ജൂലൈ 6 കേസിൽ ആരോപണ വിധേയരായവരെയും മുൻ ASAയും നാർക്കോ അനാലൈസിസിനും ബ്രെയിൻ ഫിംഗർ മാപ്പിങ്ങിനും വിധേയരാക്കുവാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 2007 ഓഗസ്റ്റ് 3 നാർക്കോ അനാലൈസിസ് പരിശോധന ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. 2007 ഡിസംബർ 11 CBI ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. 2008 ജനുവരി 21
പരിശോധനാ റിപ്പോർട്ട് CBI സമർപ്പിക്കുകയുണ്ടായി. 2008 നവംബർ 18 ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുതിർക്കയിൽ, സിസ്റ്റർ സ്റ്റെഫി എന്നീ പ്രതികളെ CBI സംഘം അറസ്റ്റ് ചെയ്തു. 2007 നവംബർ 24 സിസ്റ്റർ അഭയുടെ കൊലപാതക കേസ് അന്വേഷിച്ച മുൻ ASV IV അഗസ്റ്റീൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം ചില ആരോപണങ്ങളും നടത്തിയിരുന്നു. 2008 ഡിസംബർ മാസം 29 പ്രതികളുടെ ജാമ്യാപേക്ഷ ബഹുമാനപ്പെട്ട കോടതി നിരസിച്ചു. 2009 ജനുവരി 2 കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഹേമ അവർകൾ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു എന്ന് മനസ്സിലാക്കുന്നു. 2009 ജനുവരി 14 കേസിന്റെ മേൽനോട്ടം കേരള ഹൈക്കോടതി ഒരു ഡിവിഷൻ ബെഞ്ച് ഏറ്റെടുക്കുകയുണ്ടായി. 2018 ജനുവരി 22 കേസിലെ നിർണായക തെളിവുകളായിരുന്ന അഭയുടെ ഡയറിയും വസ്ത്രങ്ങളും നശിപ്പിച്ച സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മുൻ ഉദ്യോഗസ്ഥനെ കോടതി 4ാം പ്രതിയാക്കി. 2018 മാർച്ച് 7 ഫാദർ ജോസ് പുതിർക്കയിലെ കേസിലെ പ്രതിസ്ഥാനത്ത് നിന്ന് കോടതി ഒഴിവാക്കി. 2019 ഓഗസ്റ്റ് 26 സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടിട്ട് 27 വർഷങ്ങൾ പിന്നിട്ട ശേഷം കേസിൽ അതിന്റെ വിചാരണ ആരംഭിച്ചു. 2020 ഡിസംബർ 22 കേസിൽ തിരുവനന്തപുരം CBI കോടതി വിധി പ്രസ്താവിക്കുന്നു. ഇതാണ് കേസിന്റെ നാൾവഴി എന്ന് പറയുന്നത്. ഇന്നാണ് ശിക്ഷയുടെ വിധി പ്രഖ്യാപിക്കപ്പെട്ടത്. ശിക്ഷ നാം അറിയുന്ന പോലെ ഇരു പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയും കുറെ പണവും ആണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനം ബഹുമാനപ്പെട്ട CBI കോടതിയുടെ നിർണായകമായ കണ്ടെത്തലും ആ വിഷയത്തിന്മേൽ 28 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നീതിയുക്തമായ ഒരു വിധി പ്രഖ്യാപിച്ചതിലും അത്യന്തം സന്തോഷം പ്രകടിപ്പിക്കുകയും നമ്മുടെ രാജ്യത്ത് നീതിയുടെ വ്യവസ്ഥിതി സുശക്തമായി നിലനിൽക്കുന്നു. സത്യസന്ധന്മാരായ ന്യായാധിപന്മാർ നീതിപീഠത്തിന്മേൽ ഉപവിഷ്ടരായി ദൈവത്തിന്റെ സേവകർ എന്ന നിലയിൽ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ കർത്തവ്യങ്ങൾ സ്തുത്യർഹമായി നിർവഹിക്കുന്നു എന്നുള്ളതും പ്രശംസനീയമായ ഒരു വിഷയം തന്നെയാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെയുള്ള നിരവധി കേസുകളെ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മുടെ നീതിപീഠം എന്ന് പറയുന്നു. രാജ്യം വെച്ചിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടത്തോടോ വലത്തോടോ മാറാതെ നിയമത്തിന്റെ പൊഴുതുകളിൽ നിന്നുകൊണ്ട് കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ വിധിക്കുവാൻ സമർപ്പിതരായിരിക്കുന്ന ജഡ്ജിമാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അങ്ങനെയുള്ള ജഡ്ജിമാർക്ക് ദൈവം ദീർഘായുസ് നൽകുകയും വിശേഷാൽ ദൈവ കൃപ സമൃദ്ധിയായി ദൈവം നൽകുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കേസിന്റെ നാൾവഴിയിലൂടെ ഈ കേസ് തെളിയണം എന്നുള്ള പ്രത്യേകമായ താല്പര്യത്തോടെ സത്യസന്ധമായി അന്വേഷണം ചെയ്യുകയും അതിനുവേണ്ടി ചുമൽ കൊടുക്കുകയും സമയങ്ങളും സാവകാശങ്ങളും വേർതിരിക്കുകയും ചെയ്ത എല്ലാ പോലീസ് അധികാരികൾക്കും അതുപോലെ കോടതി ഉദ്യോഗസ്ഥന്മാർക്കും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ പിൻബലം തുറന്നുള്ള നാളുകളിലും ആവശ്യമാണ് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുകയും ഈ രാജ്യത്തിന്റെ സുസമാധാനമായ നിലനിൽപ്പിനും നീതിയുക്തമായിരുന്ന നടത്തിപ്പിനും അവരെ ദൈവം നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തില് അവന് പല വിധത്തിലുള്ള നിരൂപണങ്ങൾ അവന്റെ ഹൃദയത്തിലുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ നിരവധിയാണ്. എങ്കിലും യഹോവയുടെ ആലോചനയോ സാധ്യമാകും എന്നാണ് സദൃശ്യവാക്യങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ പ്രസ്താവിച്ചിട്ടുള്ളത്. ലോകം ജന്മം കൊടുത്തിട്ടുള്ളതിലെ ഏറ്റവും മഹാജ്ഞാനിയായ ആള് ന്യായാധിപൻ മഹാനായ ശലോമോനായിരുന്നു. ഇസ്രായേലിനെ ഭരിച്ച മഹാനായ ശലോമോൻ ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രാജാവും ന്യായാധിപനുമായിരുന്ന ആളായിരുന്നു ശലോമോൻ. അദ്ദേഹമാണ് പറഞ്ഞത്, there are many devices in the heart of a man, but the counsel of the Lord shall stand. മനുഷ്യന്റെ ഹൃദയത്തിൽ അനേക നിരൂപണങ്ങളുണ്ട്, എങ്കിലും യഹോവയുടെ ആലോചനയോ സാധ്യമാകും എന്ന്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ നീതി നിഷേധിക്കപ്പെടുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നാം. ആത്മീക ലോകത്തായാലും അകാരണമായി നമ്മളെ ശല്യപ്പെടുത്തുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ നമ്മുടെ നീതി നിഷേധിക്കപ്പെടുന്നതായി ചില സമയത്ത് നമുക്ക് തോന്നുകയും അല്ലെങ്കിൽ നീതി നീട്ടിക്കൊണ്ടുപോകുന്നതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും മുഷിഞ്ഞു പോവുകയും
എന്തുകൊണ്ട് ദൈവം എൻ്റെ നീതി കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സത്യസന്ധത, എൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നാം ഒരു പക്ഷെങ്കിൽ ദൈവസ്ഥാനിൽ ഉന്നയിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. മനുഷ്യരായ നാം ബലഹീനരായതുകൊണ്ടും ബലഹീനമായ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നുകൊണ്ടും ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നമ്മുടെ മനുഷ്യ മനസ്സിനെ പലപ്പോഴും മതിക്കാറുണ്ട്. പക്ഷേ ആത്യന്തികമായി ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ഒരു നീതിയും അത് എന്നേക്കുമായി നിഷേധിക്കപ്പെടുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നാളെയുടെ നാളികയിൽ നീതിമാന് നിശ്ചയമായും പ്രതിഫലം ലഭിക്കും എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്. ഇന്ന് പല ആളുകളും ജീവിച്ചിരിക്കുമ്പോൾ മറ്റു പല ആളുകൾ തങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന പല ആളുകൾക്കും പല ദോഷങ്ങൾ നിരൂപിക്കുകയും ദോഷങ്ങൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത ശേഷം തങ്ങളല്ല അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ തങ്ങൾ അതിൽ നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗപ്രവേശം ചെയ്യുകയും അവരെ വിശുദ്ധന്മാരായി തങ്ങളെ തന്നെ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ അങ്ങനെ വിശ്വസിച്ചു എന്നൊക്കെ വരാം. നമ്മുടെ ഇവിടുത്തെ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ സംബന്ധിച്ചും അവരിന്നും കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് കോടതി മുമ്പാകെ പറഞ്ഞത്. എന്നാൽ കോടതിക്ക് ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അവർക്ക് വാസ്തവത്തിൽ ആ നിലയിലുള്ള ശിക്ഷ കോടതി വിധിച്ചത്. എങ്കിലും രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഹയർ കോടതികളെ അവർക്ക് സമീപിക്കുവാനും അവർക്ക് അപ്പീൽ നൽകുവാനും അവരുടെ ന്യായം ആ കോടതികളിൽ ബോധിപ്പിക്കുവാനും ആ കോടതിക്ക് അത് ബോധ്യമാകുന്ന മുറയ്ക്ക് അതിന് അനുകൂലമോ പ്രതികൂലവുമായിട്ടുള്ള നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുവാനും രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്നുണ്ട് എന്നുള്ളതും വേറെ ഒരു വശമാണ്. അങ്ങനെയായിരുന്നാലും ഒരു വസ്തു നമ്മൾ മനസ്സിലാക്കണം: ദൈവത്തിന്റെ നീതിയുള്ള കണ്ണുകളുടെ മുമ്പാകെ മനുഷ്യന്റെ അനീതിയെ ഒരു കാലത്തും മറച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല. കുറെ കാലത്തേക്ക് വളരെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ തന്ത്രജ്ഞത കൊണ്ട് പല കാര്യങ്ങളും മനുഷ്യൻ മറയ്ക്കാൻ ശ്രമിച്ചു എന്ന് വരാവുന്നതാണ്. എന്നാൽ അങ്ങനെ വന്നാലും ഒരു വസ്തു മനസ്സിലാക്കേണ്ടത്: ആത്യന്തികമായി നീതിയുള്ള ഒരു ന്യായാധിപതി നമുക്കുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ സുവിദിതമായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവം തന്റെ ജീവിത ചരിത്രത്തോടുള്ള ബന്ധത്തിലുണ്ട്. അതിങ്ങനെയാണ്: അതായത് പൗലോസ് അപ്പോസ്തലന് സുവിശേഷ നിമിത്തം തനിക്ക് നിഷേധിക്കപ്പെട്ട നീതി നിവർത്തിക്കപ്പെട്ട് ലഭിക്കേണ്ടതിന് 3 നാടുവാഴികളുടെ മുമ്പാകെ നിന്ന് തന്റെ മൊഴി അവരുടെ മുമ്പാകെ പറയുന്ന രംഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 23, 24, 26 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ 23, 25, 26 അധ്യായങ്ങൾ ഫേലിക്സ്, ഫെസ്തോസ്, അഗ്രിപ്പാവ് എന്നിങ്ങനെ പറയുന്ന 3 നാടുവാഴികളുടെ മുമ്പാകെ, റോമൻ നാടുവാഴികളുടെ മുമ്പാകെ തന്റെ നിഷ്കളങ്കത്വത്തിനു വേണ്ടി അപ്പോസ്തലനായ പൗലോസ് അഹോരാത്രം അത്യുദ്ധാനം ചെയ്യുകയും അദ്ദേഹം തന്റെ ന്യായവാദം അവിടെ പറയുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ തന്റെ സ്വജനത്തിന്റെ മുമ്പാകെയും താന് വളരെ ശക്തമായ നിലയിൽ വാദിക്കുന്നതായി നമ്മൾ വാദിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന്റെ ന്യായപീഠത്തിന്റെ മുമ്പാകെയുള്ള തന്റെ നീതിയെക്കുറിച്ചുള്ള വാദോന്മുഖത്തെ എതിർക്കുവാൻ തെർത്തുല്ലോസ് എന്ന് പറയുന്ന ഒരു സമർത്ഥനായിരുന്ന യഹൂദ ന്യായാധിപനെ, ഒരു അഡ്വക്കേറ്റിനെയും കൊണ്ടാണ് യഹൂദന്മാര് അദ്ദേഹത്തെ എതിർപ്പെടുവാൻ വന്നത്. എന്നാൽ തെർത്തുല്ലോസ് എന്ന് പറയുന്ന ഈ ന്യായാധിപന്റെ അല്ലെങ്കിൽ ഈ വക്കീലിന് പോലും പൗലോസിന്റെ നിരത്തിയ നീതിയുടെ മുമ്പാകെ നിവർന്നു നിൽക്കുവാൻ കെൽപ്പില്ലാത്തായി ഭവിച്ചു എന്ന് വായിക്കുന്നു. അദ്ദേഹം വളരെ സുശക്തമായി തന്റെ ന്യായം ആ കോടതികളുടെ മുമ്പാകെ വാദിക്കുകയും 3 നാടുവാഴികളും അവരുടെ മുമ്പാകെ അവതരിപ്പിക്കപ്പെട്ട പൗലോസിന്റെ ന്യായത്തെ ശ്രദ്ധിക്കാതെ പോവുകയും അങ്ങനെ വരുമ്പോൾ ഞാൻ റോമ സാമ്രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ റോമൻ കൈസറെ അഭയം ചൊല്ലുന്നു പൗലോസിന് പറയുകയും ചെയ്യേണ്ടായി വന്നു. അങ്ങനെയാണ് പൗലോസ് റോമിലേക്ക് ഒരു തടവുപുള്ളിയായി റോമ സാമ്രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് മുമ്പാകെ അപ്പിയർ ചെയ്യുവാനായി പോകുന്നത്. അവിടെ അദ്ദേഹം ചെന്നു ചില സമ്മർശങ്ങൾ തന്നെ അവിടെ കഴിയേണ്ടായി വന്നു. അവിടെ തനിക്ക് ചില സുഹൃത്ത് ബന്ധങ്ങളും സുഹൃത്ത് വലയങ്ങളും ഒക്കെ ഉണ്ടായി. ഇതൊക്കെ ശരിയാണ്. എന്നാൽ നമ്മൾ വായിക്കുന്നത് അവിടെയും അപ്പോസ്തലനായ പൗലോസിന്റെ നീതി വചനപ്രകാരം അല്ലെങ്കിൽ ശരിയായ നിലയിൽ അത് കൈകാര്യം ചെയ്യപ്പെട്ടില്ല. അവിടെ പൗലോസ് ഗളച്ഛേദം ചെയ്യപ്പെടുകയും തന്റെ നീതി നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ്. അത് തനിക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ അത് ഇങ്ങനെ എഴുതി: ഇനി നീതിയുടെ കിരീടം ആ ദിവസം എനിക്ക് നൽകപ്പെടും, എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ നമ്മുടെ കർത്താവിന്റെ പ്രതീക്ഷയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ എന്ന്. ചരിത്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല എന്നാണ് പൊതുവെ ഒരു ചരിത്രകാരൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ചില പ്രത്യേക രംഗങ്ങളിൽ ചരിത്രം ആവർത്തിക്കപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആദാം മുതൽ ഇങ്ങോട്ടുള്ള മാനവരാശിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ബൈബിളിലെ ആദ്യത്തെ കൊലപാതകം അരങ്ങേറിയത് ഏദൻ പർദീസയുടെ തൊട്ടുവെളിയിലാണ്.
അതായത് പാപം ചെയ്ത് പർദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദം ഹവ്വമാരുടെ ആദ്യ ആൺമക്കളായ രണ്ടുപേരിൽ മൂത്തവൻ ഇളയവനെ കശാപ്പ് ചെയ്ത സംഭവമാണ് മാനവചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം. ആ കൊലപാതകത്തിന് ന്യായം പറയാൻ അന്നിവിടെ നീതിപീഠമോ അല്ലെങ്കിൽ ന്യായാധിപന്മാരോ പോലീസ് അധികാരികളോ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനുള്ള ആളുകളോ മത്സരം തയ്യാറാക്കാനുള്ള ആളുകളോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ആകെപ്പാടെ ഉണ്ടായിരുന്നത് ആദാമും ഹവ്വയും തൻ്റെ രണ്ട് ആൺമക്കളായിരിക്കുന്ന കയീനും ഹാബീലും മാത്രമായിരുന്നു. അവിടെ നമ്മൾ വായിക്കുന്നു, വയലിൽ വെച്ച് തന്റെ സഹോദരനോട് കയർത്ത് കാരണം കൂടാതെ അവനെ കൊന്നുകളഞ്ഞ കായീന്റെ ദുഷ്പ്രവൃത്തിക്കെതിരെ ഹാബീലിന്റെ രക്തം സ്വർഗത്തിലെ ദൈവത്തോട് നിലവിളിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നിന്റെ സഹോദരൻ എവിടെയെന്ന് കായീനോട് ദൈവം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനോ എന്ന് ധിക്കാരപരമായി ദൈവത്തോട് മറുചോദ്യം ചോദിച്ച ഈ കായീനോട് ദൈവം പറയുന്ന വാക്ക്, ഇതാ നിന്റെ സഹോദരന്റെ രക്തം പ്രതികാരത്തിനായി ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്നാണ്. നമ്മൾ മാനവചരിത്രം സസൂക്ഷ്മമായി പഠിച്ചാൽ ആ ഹാബേൽ തുടങ്ങി നാളിതുവരെ അനേക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നിരപരാധികളുടെ രക്തത്തിന്റെ നിലവിളി ഈ ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ അതിനെല്ലാം നീതി ഇവിടെ ലഭിച്ചു എന്ന് വരികയില്ല. കാരണം നീതിപീഠത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നീതിയുക്തമാകുന്ന വിധി പ്രഖ്യാപനത്തിന് അനിവാര്യമായിരിക്കുന്നത് വളരെ ശക്തമായ എവിഡൻസാണ്. എവിഡൻസ് ഇല്ല എങ്കിൽ കോടതിക്ക് നീതിപൂർവ്വം വിധിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ കോടതി എപ്പോഴും നോക്കുന്ന എവിഡൻസാണ്. സബ്സ്റ്റാൻഷ്യൽ എവിഡൻസസ് ഉണ്ടെങ്കിൽ ആ എവിഡൻസസ് നിരത്തി കോടതി മുമ്പാകെ വാദം ഉന്നയിക്കപ്പെടുകയും അവിടെ പ്രതി ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ലോകത്തിലെ എല്ലാ കോടതികളും നടക്കുന്നത്. ഇവിടെയും അങ്ങനെയാണ് നടന്നത്. എവിഡൻസുകളാണ് വാസ്തവത്തിൽ സംഭവത്തിന്റെ കഥ വളരെ വ്യക്തമായി കോടതിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ കോടതി ആ വിഷയത്തിൽ ബോധ്യപ്പെട്ടു. അങ്ങനെ കോടതി ഇവിടെ വിധി പ്രഖ്യാപനം ചെയ്തിരിക്കുകയാണ്. അത് വാസ്തവത്തിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് എന്നെ സംബന്ധിച്ച് പറയേണ്ട വിഷയമല്ല. കാര്യം ഞാൻ ന്യായാധിപനോ പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അഡ്വക്കേറ്റോ ഒന്നും അല്ല, ഒരു സാധാരണ സുവിശേഷകനാണ്. എൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഭൂമിയിൽ നിന്ന് ഒരുപാട് ആളുകളുടെ കരച്ചിലിന്റെ ശബ്ദം ഈ ഭൂമിയിലുണ്ട്. അതുപോലെ അനേകരുടെ നിഷ്കളങ്കമായ രക്തത്തിന്റെ കറ കുടിച്ച് വീർത്ത മണ്ണാണ് ഈ ഭൂമിയുടെ മണ്ണെന്ന് പറയുന്നത്. അവിടെയെല്ലാം ഈ ആളുകൾ, അതായത് തങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ട ആളുകളുടെ രക്തം പ്രതികാരത്തിനായി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലവിളിയുടെ ശബ്ദം അനന്തതയുടെ കാതുകളിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നാളെയുടെ ദിവസം, അല്ലെങ്കിൽ വരും തലമുറയിൽ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടായി വരും എന്നതിന് യാതൊരു സംശയമില്ല. ഇന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ ചരിത്രരേഖകൾ ഞാൻ സൂക്ഷ്മമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വിഷയം, മനുഷ്യൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തന്റെ കൈമെടുക്കൊണ്ടോ അല്ലെങ്കിൽ ധനബഹുലത കൊണ്ടോ അതും അല്ലെങ്കിൽ തന്റെ വലിപ്പഭാവം കൊണ്ടോ തന്റെ സ്വാധീനം കൊണ്ടോ ഒക്കെ പല ദുഷ്പ്രവൃത്തികളും ചെയ്യാൻ മനുഷ്യൻ പ്രേരിതനായി എന്ന് വരാം. പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവൻ ഏതെങ്കിലും നിലയിൽ കാര്യങ്ങൾ സാധിച്ചു എന്ന് നിഗമിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെയല്ല. യഹോവയുടെ കണ്ണ് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ കണ്ണ് ഭൂമിയിലെ മനുഷ്യപുത്രന്മാരെ നോക്കുന്നു, അവൻ അവരെ ന്യായം വിധിക്കുന്നു. അപ്പോൾ ഇന്ന് ഭൂമിയിലെ ഇവിടെ ഏതെങ്കിലും നിലയിൽ എവിഡൻസസിന്റെ അപര്യാപ്തം കൊണ്ട് തെറ്റിയൊഴിഞ്ഞിട്ടുള്ള ആളുകൾ പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരിക്കലും തെറ്റിയൊഴിയാൻ സാധിക്കുകയില്ല. വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. ഒരു കാലത്തും അങ്ങനെ തെറ്റിയൊഴിയുവാൻ സാധിക്കുകയില്ല. ഇന്നത്തെ വിധിയും വളരെ അർത്ഥവത്തായ മറ്റൊരു കാര്യം നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അതായത് മനുഷ്യൻ എത്ര ബൗദ്ധികമായ നിലയിൽ കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ധനത്തിന്റെ സ്വാധീനം കൊണ്ടോ മറ്റ് ബലങ്ങൾ കൊണ്ടോ വസ്തുക്കളെ തിരിച്ചുമറിക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ നീതി എന്നേക്കും സുസ്ഥിരമായിരിക്കുന്നതാണ്. ആ നീതി ഒരിക്കൽ വെളിപ്പെടുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ദൈവത്തിന്റെ ന്യായവിധി എന്ന് പറയുന്നത് വളരെ കർക്കശ്യമാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടാണ് ദൈവത്തിന്റെ ന്യായവിധി ദൈവം ഭൂമിയിൽ നടപ്പിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ പലപ്പോഴും വിശ്വാസികളായി നമുക്ക് പോലും പ്രയാസമുണ്ടാകാറുണ്ട്. പല വിശ്വാസികളും ദൈവത്തിന്റെ ന്യായവിധിയുടെ കഠോരതയെ അല്ലെങ്കിൽ അതിന്റെ സത്യസന്ധതയെ അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നു എങ്കിൽ പല അനീതിയും പ്രവർത്തിക്കുന്നതെന്ന് അവർ ഒഴിഞ്ഞു മാറും എന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഈ ദുഷ്ടതയ്ക്കുള്ള ശിക്ഷ ഉടനടി വരുന്നില്ല എന്നുള്ളതുകൊണ്ട് മനുഷ്യൻ ദുഷ്ടത ചെയ്യുവാൻ മടിക്കുന്നില്ല എന്നാണ് പ്രവാചകൻ പറയുന്നത്. പല ആളുകളും തിന്മ ആവർത്തിച്ച് ചെയ്യുകയും പലപ്പോഴും മറ്റുള്ള ആളുകൾക്ക് ദോഷം ചെയ്യുകയും നിരന്തരമായി ഉപദ്രവിക്കുകയും അപഹസിക്കുകയും അപമാനിക്കുകയും നഷ്ടം വരുത്തുകയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും അവർ ചെയ്യുന്ന ദുഷ്ടതയ്ക്കുള്ള ശിക്ഷ ഉടനെ ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്
തങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തിന് പ്രസാദകരമായി ആകുമെന്ന് അവർ തെറ്റിദ്ധരിക്കാലാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല കാര്യങ്ങൾ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിശ്ചയമായും മനുഷ്യന്റെ പാപം, അവന്റെ തിന്മ, അവന്റെ അതിക്രമം, അവന്റെ അനീതി, അത് അവന്റെ നിറകുമേൽ തന്നെ തിരിഞ്ഞ് ഉരുണ്ടു വീഴും എന്നാണ് വേദപുസ്തകത്തിലെ സംഭവ വികാസങ്ങൾ നമ്മെ അറിയിക്കുന്നത്. അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ വേദപുസ്തകമുണ്ട്. അതെല്ലാം ഇന്ന് രാത്രി പറയാൻ എനിക്ക് നിർവാഹമില്ല. ഞാൻ 2 ദൃഷ്ടാന്തങ്ങൾ വളരെ വേഗത്തിൽ പറയാം. ഒന്ന്, ദൈവത്തിന്റെ അഭിഷേക്തനാകുന്ന ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ദാവീദ് സമാനമായൊരു പാപം ചെയ്ത ആളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം തനിക്ക് 4ലധികം ഭാര്യമാരുണ്ടായിരിക്കെ തന്റെ പടയാളികൾ ഒരുവനായ ഊരിയാവ് എന്ന് പറയുന്ന ഒരു പടയാളിയുടെ ഭാര്യയെ അദ്ദേഹം ശാരീരികമായി ഉപയോഗിച്ചു. അങ്ങനെ ഉപയോഗിച്ച ശേഷം താൻ വളരെ നിഷ്കളങ്കനും അപരാധിയും വിശ്വസ്തനും വിശുദ്ധനുമാണെന്ന് അദ്ദേഹം പ്രൊഫസ് ചെയ്തു. മാത്രമല്ല, അപ്പോഴും ഇതിനു ശേഷവും അദ്ദേഹത്തിന് യാതൊരു ചാഞ്ചല്യവും ആ പാപത്തെക്കുറിച്ച് ഉണ്ടായില്ല. അദ്ദേഹം നിഷ്കളങ്കനായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നിഷ്കളങ്കനായിരിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയൊരു വിഷയം, നാഥാൻ എന്ന് പറയുന്ന പ്രവാചകനെ ദൈവം പറഞ്ഞ് ഈ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. നാഥാൻ പ്രവാചകൻ അവിടെ ചെന്ന് മനോഹരമായ കഥ ദാവീദിന്റെ മുമ്പാകെ, സിംഹാസനത്തിൽ ദാവീദ് ആരൂഢനായിരിക്കുകയാണ്. നാഥാൻ അവിടെ ചെന്ന് നല്ല മനോഹരമായ കഥ ദാവീദിനോട് പറഞ്ഞു. ആ കഥ നമുക്ക് ഈ ശമൂവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ദാവീദ് നീതിയോട് ഭരണം നടത്തുന്ന തന്റെ രാജ്യത്ത് ഒരു ദരിദ്രനായ കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരാട്ടിൻകുട്ടിയാണ്. ഈ ആട്ടിൻകുട്ടിയെ ഓമനിച്ച് അദ്ദേഹം വളർത്തി. അതിന് തീറ്റ കൊടുത്തു, വെള്ളം കൊടുത്തു, പരിചരണം കൊടുത്തു, അതിനെ ഓമനിച്ച് വളർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദേശത്ത് വളരെയധികം ആടും ഒക്കെ കൃഷിയുള്ള ഒരു ധനാഢ്യരായ മനുഷ്യന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു, വിരുന്നുകാരൻ വന്നപ്പോൾ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിരവധി ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്നിനെ പിടിച്ച് അതിനെ അറുത്ത് അതിനെ മാംസം പാചകം ചെയ്ത് തന്റെ അതിഥിക്ക് കൊടുക്കാൻ മനസ്സിലാതെ ഈ ദരിദ്രനായ പാവപ്പെട്ടവന്റെ ആ ഒറ്റ ആടിനെ അവൻ കശാപ്പ് ചെയ്ത് ചാപ്സ് ഉണ്ടാക്കി തന്റെ അതിഥിക്ക് കൊടുത്തു. അപ്പൊ ഇത് കേട്ടപ്പോൾ ദാവീദിന് വളരെ ക്രോധമുണ്ടായി. രാജക്രോധം സിംഹഗർജനോട് തുല്യമെന്നാണ് തിരുവഴുത്തിൽ വായിക്കുന്നത്. ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ ആരായാലും മരണയോഗ്യൻ. അതായത് ഇങ്ങനെയുള്ളൊരു നീചനായ മനുഷ്യൻ എന്റെ രാജ്യത്ത്, ഞാൻ നീതിയോടെ ഭരണം നടന്ന രാജ്യത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല. ആ മനുഷ്യൻ മരണയോഗ്യൻ എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിൽ സ്വന്തം ന്യായവിധിയുടെ വിധി തന്നെത്താൻ പ്രഖ്യാപിച്ച ഒരു മനുഷ്യനാണ് ദൈവദാസനായ ദാവീദ്. ഒട്ടും സങ്കോചമില്ലാതെ നാഥാൻ ദാവീദിന്റെ നെഞ്ചത്ത് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ, ദൗ ആർ ദ മാൻ, ആ മനുഷ്യൻ നീ തന്നെ. അവിടെ അനുക്രമമായി സംഭവിച്ചോന്ന് മനസ്സിലാക്കണം. അതായത് ഊരിയാവിന്റെ ഭാര്യയെ അദ്ദേഹം വ്യഭിചരിച്ച കാര്യമാണ് ഇവിടെ നാഥാൻ പറയുന്നത്. അപ്പൊ ഇത് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് ഭാര്യമാർ പലരുണ്ട്, അവരുണ്ടായിരിക്കെ അന്യന്റെ ഭാര്യയെ അപഹരിച്ച് അവളുമായി ശാരീരിക വേഴ്ച നടത്തിയിട്ട് നീതിമാൻ, ഭക്തൻ, അതിവിശുദ്ധൻ, പരിശുദ്ധൻ, നിഷ്കളങ്കൻ എന്നിങ്ങനെ അഭിനയിച്ചുകൊണ്ട് ദാവീദ് സിംഹാസനത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തും സങ്കീർത്തനങ്ങൾ എഴുതുന്നുണ്ട്, മനോഹരമായ സങ്കീർത്തനം എഴുതുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചാൽ, ഏത് തെമ്മാടിത്തരവും അല്ലെങ്കിൽ ഏത് മോശത്തരവും ജീവിതത്തിൽ കാണിച്ച ശേഷവും നല്ല പാട്ട് എഴുതാനും സങ്കീർത്തനം എഴുതാനും ഒക്കെ കഴിയുന്ന നല്ല ഭക്തന്മാരും ഒക്കെ ആത്മീയരുടെ ഇടയിൽ ധാരാളമുണ്ട്. അവരുടെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ദാവീദ് സിംഹാസനത്തിൽ കൊണ്ട് നല്ല മനോഹരമായ സങ്കീർത്തനമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. പിന്നാമ്പുറത്ത് ഈ പാപവും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേക്കുറിച്ച് യാതൊരു പശ്ചാത്താപവും ഉണ്ടായിട്ടില്ല. അപ്പൊ നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. അങ്ങനെ പറഞ്ഞപ്പോൾ ദാവീദ് ചെയ്യുന്നറിയാവോ, തന്റെ പാപത്തെക്കുറിച്ച് യാതൊരു ന്യായവാദവും അദ്ദേഹം ചെയ്തില്ല. ഞാൻ നിരപരാധിയാണ്, കുറ്റക്കാരനല്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ദൈവം അതറിയുന്നു, എന്റെ ഹൃദയത്തെ ദൈവത്തിന് നന്നായിട്ട് അറിയാം, പിന്നെ ദൈവം എന്നെ വിധിക്കട്ടെ, ഞാൻ കുറ്റവിമുക്തനായി പൊന്നുപോലെ പുറത്തു വരും, ഇതെന്റെ നേരെയുള്ള വെറും ആരോപണങ്ങളാണ്. ഇങ്ങനെയുള്ള യാതൊരു ന്യായവാദവും ദാവീദ് പറയാതെ അവൻ നേരെ പോയി തന്റെ മെത്തമേൽ കമഴ്ന്നു കിടന്നു. അവിടെ കിടന്നിട്ട് തന്റെ കിടക്കെ കണ്ണുനീര് കൊണ്ട് നനച്ചിട്ട് ദാവീദ് പാടിയ പാട്ടാണ്: നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു, സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നിർമ്മലമായിരിക്കേണ്ടതിന് ഈസോപ്പ് കൊണ്ട് കർത്താവേ എന്നെ കഴുകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. അങ്ങനെ ദാവീദ് ദൈവസ്ഥലിൽ അനുദപിച്ച് തന്റെ പാപങ്ങളെ ഏറ്റുപറയാതിരുന്ന കാലഘട്ടത്തിലെ തന്റെ ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ച് 32-ാം സംഖ്യയിൽ വായിക്കുന്നുണ്ട്. എന്റെ അസ്ഥികളിലെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി, ആടി മുതൽ മുടി വരെ ദാവീദിന് ഒരു സുഖമില്ലാതെയായി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് തന്റെ പാപങ്ങളെ ദൈവസ്ഥലിൽ ഏറ്റു പറഞ്ഞപ്പോൾ, ഞാൻ എന്റെ പാപങ്ങളെ എന്റെ ദൈവത്തോട് ഏറ്റു പറയും എന്ന് പറഞ്ഞു. അപ്പോൾ
യഹോവ അവന്റെ പാപം അവനോട് ക്ഷമിച്ചു, അവന്റെ അകൃത്യങ്ങളെ അവനോട് മോചിച്ചു എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. അപ്പോൾ വാസ്തവത്തില് ദാവീദ് തന്റെ തെറ്റുകളെ കണ്ടെത്താതെ അതിനെ നീതീകരിച്ചു വരുന്ന സമയമൊക്കെയും തന്റെ അന്തരാത്മാവിൽ വലിയ അസ്വസ്ഥതയും വലിയ ചൂടിന്റെ അനുഭവവും വലിയ അത്യുഷ്ണ അനുഭവവും ഒക്കെ തനിക്കുണ്ടായി. യാതൊരു സ്വസ്ഥതയും അദ്ദേഹത്തിനുണ്ടായില്ല. അവന്റെ കണ്ണുകൾ, അവന്റെ കാലുകൾ, അവന്റെ കൈകൾ, അവന്റെ ചെവികൾ എല്ലാം പാപത്താൽ മലീമസമാകുകയും അത് ആ ശരീരമാസകലം മനസ്സാസകലം അസ്വസ്ഥമാകുകയും ചെയ്തു എന്നാണ് വായിക്കുന്നത്. 32-ാം സംഖ്യയിൽ അതിന്റെ വ്യക്തമായൊരു ഛായാചിത്രം ദാവീദിനെ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവമുമ്പാകെ തന്റെ പാപങ്ങളെ അവൻ എഴുന്നേറ്റ് ഏറ്റു പറഞ്ഞു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു എന്ന് അവൻ ദൈവസ്ഥനിൽ ഏറ്റു പറഞ്ഞപ്പോൾ നാം വായിക്കുന്നു, യഹോവ അവന്റെ സകല അതിക്രമത്തിന്റെയും പാപങ്ങൾ അവനോട് ക്ഷമിച്ചു കൊടുത്തു. ആ ആശ്വാസം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അതിക്രമം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തന്റെ ജീവിതാനുഭവങ്ങളുടെ കഥ എഴുതി വയ്ക്കുന്നത്. ഇനി അത് ദാവീദിനോട് ബന്ധമുള്ള ഒരു വിഷയം. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിപ്പാനിടയായ യഹൂദ ഗോത്രത്തിലെ സാക്ഷാൽ യഹൂദ തന്റെ മരുമകളായത് താമാറുമായി ഉണ്ടായ ഒരു വേഴ്ചയാണ്. യഹൂദ യാത്ര ചെയ്ത് മരുമകൾ കൂടി പോകുമ്പോൾ ഒരു സ്ത്രീയെ വേശ്യാവസ്ത്രം പൂണ്ട് വഴിയേരി ഇരിക്കുന്നത് കണ്ടു. അവന് ചെന്ന് അവളോട് ശയിച്ചു. അവളോട് ശയിക്കുന്നതിന് അവൾ ചോദിച്ചു, നീ എന്നോടുകൂടെ ഇങ്ങനെ ശയിക്കുന്നതിന് നീ എന്ത് പാരിതോഷികം എനിക്ക് തരും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഒരു കോലാട്ടിൻകുട്ടിയെ ഞാൻ നിനക്ക് കൊടുത്തയക്കാം. ഇതാണ് പാരിതോഷികമായി പറഞ്ഞത്. ഒരു കോലാട്ടിൻകുട്ടിയെ ഞാൻ അതിന് നിനക്ക് പാരിതോഷികമായി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ അവൾ പറഞ്ഞു, ഈ കോലാട്ടിൻകുട്ടിയെ നീ എനിക്ക് തരും എന്നുള്ളതിന്റെ ഉറപ്പിലേക്ക് എന്ന് തരും. അവൻ എന്ത് ചെയ്തു? അപ്പോൾ തന്നെ അവന്റെ വടിയും അവന്റെ മുദ്രമോതിരം ഒരു ചരടും എടുത്ത് അവളുടെ കൈ കൊടുത്തു. നോക്കിക്കൊണ്ടേ, മനുഷ്യന്റെ ബുദ്ധിയുടെ കേവലം നൈമിഷികമായ നരമ്പ് സുഖത്തിനു വേണ്ടി താന് ഒരു കോലാട്ടിൻകുട്ടിയെ അവൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, തന്റെ കൈയുടെ വിരലെ കിടന്ന മുദ്രമോതിരവും അതിന്റെ മോതിരച്ചരടും തന്റെ വടിയും എടുത്ത് അവളുടെ ഈ പണയമായി കൊടുത്ത് പറഞ്ഞു, ഞാൻ കോലാട്ടുകുട്ടിയെ കൊടുത്തയക്കുമ്പോൾ നീ ഈ വസ്തുവകൾ തിരിച്ചു തന്നേച്ചാൽ മതി. അവൾക്ക് സംതൃപ്തിയായി. അവള് അത് വാങ്ങി അവളെ ശാരീരികമായി ഉപയോഗിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ യഹൂദയുടെ അടുക്കൽ ഒരു വർത്തമാനമെത്തി, നിന്റെ മകളാകുന്ന താമാർ, അവളുടെ ഭർത്താവ് മരിച്ചുപോയതാ. മരിച്ചുപോയിട്ട് അവള് വിധവയാണ്. വിധവയാകുന്ന താമാർ ഗർഭിണി എന്നുള്ള വാർത്ത യഹൂദയുടെ കാതുകളിലെത്തി. അത് കേട്ട മാത്രയിൽ തന്നെ യഹൂദയ്ക്ക് വലിയ കോപമുണ്ടായി. അവൾ പറഞ്ഞു, അവളെ തീയിട്ട് ചുട്ടുകളയണം എന്ന് പറഞ്ഞാൽ അവളെ അഗ്നിക്ക് ഇരയാക്കി നശിപ്പിച്ചു കളയണം. അത്ര ഗുരുതരമായ പാപമാണ് അവൾ ചെയ്തത് എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള പകൽ മാന്യന്മാരും നീതിമാന്മാരുമായ പല ആളുകളും ഈവൻ ആത്മീയ ലോകത്ത് പോലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്ത്രീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അവളെ ചുട്ടുകളയണം. ഗർഭത്തിന്റെ കാരണക്കാരനായ പുരുഷൻ അവനെ കുറ്റമറ്റവനും അപ്പോൾ തന്നെ ചുട്ടുകളയാനുള്ള വിധി പ്രഖ്യാപിക്കുന്നതിനുമായി വെളിപ്പെടുന്നു. എത്രയോ കഠിനമായ ഒരു ജീവിത അന്തരീക്ഷം. അപ്പോൾ അവളുടെ അടുക്കലെ അവളെന്തറിയാവോ, അവളെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവൾക്ക് ഈ കോലാട്ടിൻകുട്ടിയും കൊണ്ട് അവിടെ അയച്ച ആള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞെന്നറിയാവോ, ഇവൻ കൊടുത്തിരുന്ന ഈ മുദ്രമോതിരവും മോതിരച്ചരടും അവന്റെ വടിയും അവനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ വസ്തുക്കളുടെ ഉടമസ്ഥനായ പുരുഷനത്രേ ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ഈ വസ്തുക്കൾ ആരുടേതാ? സാക്ഷാൽ യാക്കോബിന്റെ മകനായ യഹൂദയുടേതാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ മകനായ യഹൂദയുടേതാണ്. ഈ പുരുഷനാലാണ് ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ആ വർത്തമാനം അവന്റെ ആളുകൾ അവരെ അറിയിച്ചപ്പോൾ യഹൂദ പ്രതികരിക്കുന്ന ഒരു പ്രതികരണം അവിടെയുണ്ട്. അതിങ്ങനെയാണ്, അവൾ എന്നേക്കാൾ നീതിയുള്ളവൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പാപം മറയ്ക്കാൻ ശ്രമിച്ചു. അവള് എന്ത് ചെയ്തു? ഈ വസ്തുക്കളുടെ ഉടമസ്ഥനാലാണ് ഞാൻ ഗർഭിണിയായത്. അവൾ എന്നേക്കാൾ നീതിയുള്ളവൾ. അല്പം മുമ്പേ പറഞ്ഞെന്നറിയാവോ, അവളെ ചുട്ടുകളയണമെന്നാണ്. അവന്റെ പിതാവ് വലിയ പിതാവായിരുന്ന ദാവീദ് എന്താ പറഞ്ഞിരുന്നത്? ആ മനുഷ്യൻ നിശ്ചയമായും മരണയോഗ്യൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഒരു വസ്തുത ഓർപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് നീതിപീഠത്തിന് മുമ്പാകെ 2 ആളുകൾ ശിക്ഷിക്കപ്പെട്ടുള്ളത് രാജ്യത്തിന്റെ നിയമത്തിന്റെ പൊഴുതുകൾക്കകത്തു നിന്നാണ് ബഹുമാനപ്പെട്ട ജഡ്ജി വിധി പ്രഖ്യാപിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റുകയില്ല. കാര്യം നമ്മൾ രാജ്യത്തിന്റെ നിയമത്തിന് കീഴ്പ്പെട്ടാണ് എല്ലാവരും ജീവിക്കേണ്ടത്. ഞാനും അങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ രാജ്യ നിയമങ്ങൾക്ക് വിരോധമായി ഒരു വാക്കുപോലും പറയാൻ ഒരു രാജ്യത്തിന്റെ പൗരന് ഒരിക്കലും അവകാശമില്ല, പറയാൻ പാടുമില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ആ വിധിയെ ഇപ്പോൾ
മുക്തകണ്ഠം പ്രശംസിക്കുകയും നമ്മളെ കൈ നീട്ടി അത് സ്വീകരിക്കുകയും ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി. എന്നാൽ ഒരു വസ്തുത ഞാൻ പറയാം, ഇവിടെ ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ അത് കേവലം ഈ പുരോഹിതന്മാരോ അല്ലെങ്കിൽ കന്യാസ്ത്രീകളോ ഒന്നും മാത്രമല്ല, പല ആളുകളുമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലുള്ള തെറ്റുകളും പാപങ്ങളും ഒക്കെ ചെയ്യുന്ന പല മഹാന്മാരായ ആളുകളും വിശുദ്ധന്മാരും ഒരുപക്ഷെ ഉപദേശിമാരും പാസ്റ്റർമാരും ഒക്കെ ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലെ ഞങ്ങൾ പണ്ട് ജയിൽ ഇവാഞ്ചലിസ്റ്റിന് പോകുമായിരുന്നു. ജയിൽ ഇവാഞ്ചലിസ്റ്റിൻ്റെ ഒരു മനോഹരമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസ് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ പോകുമായിരുന്നു. ഒക്കെ ഞങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നു. ഞങ്ങൾ പോകുമായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ജയിലിനകത്ത് 3-4 കൂട്ടം ആളുകളെ കാണാം. ഒന്ന്, അങ്ങ് അകത്ത് ഭയങ്കര ഇരുമ്പ് അഴിക്കകത്ത്, സ്വാതന്ത്ര്യമില്ലാത്ത അഴിക്കകത്ത് പൂട്ടിയിട്ടേക്കുന്നവനെ കാണാം. അവനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് തടവിനെ വിധിച്ച് അകത്തിട്ടിരിക്കുക. വലിയ കുഴപ്പക്കാരനാണ്, അവനകത്ത് കിടക്കുക. അതിൻ്റെ പുറത്ത് സാമാന്യന് കുറെ കൂടെ ഗൗരവം കുറഞ്ഞ ശിക്ഷ കിട്ടിയിട്ടുള്ള ആളുകളെ ഇട്ടേന്ന് കാണാം. കുറെ പേരെ സ്വതന്ത്രമായി വിഹരിക്കുന്ന സെല്ലിലും ഓപ്പൺ ജയിലിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അകത്തെ ആമത്തിനകത്ത് ഇട്ടേക്കുന്ന പുള്ളി നമ്മളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കാനും ഒക്കെ അല്പം പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്ന ഈ ഞങ്ങളുടെ ഗുരുവായിരുന്ന പുള്ളി അല്ലെങ്കിൽ നേതാവായ പുള്ളി അല്പം ഇതിനകത്ത് പരിചയമുള്ള ആളാണ്. അപ്പോൾ ചോദിച്ചു, ഞങ്ങളെയൊക്കെ കാണാൻ അല്പം പ്രയാസമുണ്ടല്ലേ? ഞങ്ങൾക്കതറിയാം. കാര്യം നിങ്ങളെ കുറ്റക്കാരാ എന്നുള്ളതിൽ ശിക്ഷ വിധിച്ച് ഇട്ടിരിക്കുകയാണ്, അത് ഞങ്ങൾക്കറിയാം. ഭാരപ്പെട്ടത് പറഞ്ഞ് സൂക്ഷിച്ചായിട്ടും പറഞ്ഞിട്ട് പോരും. എന്താ പറഞ്ഞതറിയാവോ? ഈ അകത്ത് കിടക്കുന്ന ആളുകൾ, അപ്പോൾ ഇദ്ദേഹം അവരോട് പറയുന്നൊരു വാക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞങ്ങളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്, ഒരു സോഷ്യൽ സ്റ്റിഗ്മ ആളുകൾ നിങ്ങളെ മേൽ ചാർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ശരിയാണ്, ഞാൻ മനസ്സിലാക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇവിടെ വന്നു, നിങ്ങളെ പിടിക്കപ്പെട്ടു, നിങ്ങളെ ശിക്ഷിക്കപ്പെട്ടു, നിങ്ങളിപ്പോൾ ജയിലിൽ തടങ്കലിലായിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ നിങ്ങളെക്കാൾ വലിയ പുള്ളികളെ ഇവിടെ സ്വതന്ത്രരായി നടക്കുന്നുണ്ട്. അവരോട് വന്നിട്ടില്ല. എന്താ കാരണം അറിയാമോ? അവർ ഇതുവരെയും പിടിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഈ അകത്ത് കിടക്കുന്നവന് അവൻ്റെ അന്തരാത്മാവിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അല്പം ഒരു പ്രത്യേകമായ താല്പര്യം വർദ്ധിക്കുകയും കാര്യം അവനേക്കാൾ വലിയ പുള്ളികളെ വെളിയിലുണ്ടല്ലോ എന്നുള്ള ചിന്ത അവൻ്റെ ആശ്വാസമായി തോന്നുകയും ഞങ്ങൾ പറയുന്ന സുവിശേഷ ദൂത് അവരെ കേൾക്കുകയും ചെയ്യുന്ന ഒരു രീതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സന്തോഷിക്കേണ്ട. ആരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരും അത്ര പരമ നീതിമാന്മാരല്ല. അതായത് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തുറകളിൽ തെറ്റിപ്പോയിട്ടുള്ളവരും തെറ്റുകൾ ചെയ്തിട്ടുള്ളവരായിട്ടുള്ള ധാരാളം ആളുകളുമുണ്ട്. പക്ഷെ അവർ നീതിപീഠത്തിന് മുമ്പാകെ കൊണ്ടുവരപ്പെട്ടില്ല എന്നുള്ളത് കൊണ്ട് ശിക്ഷിക്കപ്പെടാത്തവരായി വിരാജിക്കുന്നുണ്ടാവാം. പക്ഷേ അതുകൊണ്ട് ചെയ്യണം, ശിക്ഷിക്കപ്പെട്ടവരെ കണ്ട് നമ്മൾ അധികം സന്തോഷിക്കുകയും ചെയ്യേണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ട് നാട്ടിൽ ചൊല്ലുണ്ട്, പഴുത്ത പ്ലാവല കൊഴിഞ്ഞു വീഴുമ്പോൾ പച്ചപ്ലാവല ചിരിക്കും. എന്നാൽ പച്ചപ്ലാവലയുടെ സ്ഥിതിയും കുറെ കഴിയുമ്പോൾ അതാണ് എന്ന് പച്ചപ്ലാവല ചിന്തിക്കുന്നില്ല എന്നാണ് ഈ പഴമക്കാരായ ആളുകൾ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞൊരു സാധനം ചോദിച്ചാൽ, ഏത് അനീതിയും പാപമാണ്. വിശുദ്ധ വേദോസം പറയുന്നു, അനീതി പ്രവർത്തിക്കാതെ നീതി പ്രവർത്തിക്കുന്നവരായി നാം ജീവിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ അനീതി പ്രവർത്തിച്ചാലോ രക്ഷപ്പെടാം എന്നൊരിക്കലും ചിന്തിക്കരുത്. ഒരു പക്ഷെങ്കിൽ നിയമത്തിൻ്റെ പൊഴുതിൻ്റെ മുമ്പാകെ എവിഡൻസിൻ്റെ അപര്യാപ്ത കൊണ്ട് ഭൂമിയിൽ രക്ഷപ്പെടാനും മനുഷ്യന് സാധിച്ചേക്കാം. ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് പറയുകയില്ല. കാര്യം കോടതിക്ക് ഞാൻ മുമ്പേ ഓർപ്പിച്ചത് വേണ്ടുന്നത് എപ്പോഴും എവിഡൻസാണ്. എവിഡൻസുകൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ കോടതിക്ക് വിധി പറയാൻ പ്രയാസമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കോടതി അവരെ അക്വിറ്റ് ചെയ്യും. അതാണ് നിയമത്തിൻ്റെ പൊഴുതെന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യന്റെ മുമ്പാകെ വളരെ തന്ത്രപരമായി ഒരു പക്ഷെങ്കിൽ ഏത് കുറ്റവാളിക്കും പെട്ടാൻ സാധ്യതയും ഉണ്ടാവാം. എന്നാൽ നീതിയോട് വിധിക്കുന്ന നീതിമാനും പരിശുദ്ധനുമാകുന്ന ഒരു കാര്യസ്ഥൻ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അവന്റെ പേരാണ് കർത്താവായ യേശു. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ പിന്നെയും വിളിച്ചു പറയുന്നു, അല്ല നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. കർത്താവിന്റെ ന്യായാസനം എന്ന് പറയുന്ന ഒരു സ്ഥലം വിദൂര ഭാവിയിലുണ്ട്. അതായത് വിശുദ്ധ വേദവസ്വം പറയുന്ന ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞ് ഞാനും നിങ്ങളും അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നാം ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കതായ പ്രതിഫലം നമുക്ക് നൽകേണ്ടതിന് നമ്മെ ന്യായം വിധിക്കുന്ന ഒരു കോടതിയുണ്ട്. അതിന് ബീമാ സീറ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനം എന്നാണ് വിശുദ്ധ വേദവസ്വം പറയുന്നത്.
ആ ന്യായാസനം മുമ്പാകെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചുരുളുകളും അഴിക്കപ്പെടുന്ന സ്ഥലമാണ്. അതായത് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി മനുഷ്യന്റെ ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവമുമ്പാകെ പുകഴ്ച ഉണ്ടാകും എന്നാണ് പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുപക്ഷെങ്കിൽ മറന്നുപോയതും ദൈവത്തിന്റെ ഇരുട്ടിൽ മറച്ചു വെച്ചതും മനഃപൂർവ്വമായി നാം ചെയ്തിട്ടും നാം സമ്മതിക്കാത്തതും ഏറ്റുപറയാത്തതും ദൈവമുമ്പാകെ ക്രമീകരണം വരുത്താത്തതും നിരപ്പ് പ്രാപിക്കാത്തതുമായ പല കാര്യങ്ങളുടെയും ചുരുളുകൾ അന്ന് കർത്താവിന്റെ ന്യായാസനം മുമ്പാകെ അഴിക്കപ്പെടും എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന വെളിച്ചത്താക്കി ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് പുകഴ്ചയുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കിൽ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ, ഞാനും നിങ്ങളും നിശ്ചയമായും ഒരു ദിവസം നീതിയുള്ള ന്യായാധിപതിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയുള്ള ന്യായാസനം മുമ്പാകെ നിമിർന്നു നിൽക്കേണ്ടായി വരും. നാം രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ മരണം നമ്മെ ഭൂമിയിൽ നിന്ന് വേർപെടുത്തിയ ദിവസം വരെയുള്ള നമ്മുടെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് നാം ചെയ്ത എല്ലാ പ്രവൃത്തികളും, നാം സംസാരിച്ച എല്ലാ വാക്കുകളും, നാം നിരൂപിച്ച എല്ലാ നിരൂപണങ്ങളും, നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയ എല്ലാ ചിന്താഗതികളും ഒന്നൊന്നായി അവിടെ അണിനിരക്കുകയും അവ നമുക്ക് വിരോധമായി സാക്ഷ്യം പറയുകയും ചെയ്യും. അന്ന് ആർക്കും നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പുസ്തകങ്ങൾ തുറക്കപ്പെടുന്നു, പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കടുത്ത വിധി ഓരോരുത്തർക്കും ഉണ്ടായി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ വൃത്താന്തങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ഒരിക്കലും മായ്ക്കപ്പെടുന്നില്ല. അവർ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടാവുകയും അവിടെ ദൈവം നീതിയോടെ നമ്മെ ന്യായം വിധിക്കുകയും നമുക്ക് അർഹമായ പ്രതിഫലം അന്ന് നൽകുകയും ചെയ്യും. ചാൾസ് ഹേഡൻ സ്പർജൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഒറേറ്റർ ഒരിക്കൽ ഒരു ചോദ്യത്തെ അഭിമുഖീകരിച്ചു. അദ്ദേഹത്തിന്റെ ഓഡിയൻസിൽ ഒരാൾ ചോദിച്ചു, ഹൂ ഈസ് ദി വൈസസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്? ലോകത്തിലെ ഏറ്റവും ജ്ഞാനസമ്പൂർണനായ മനുഷ്യനാരാണ്? അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ദ മാൻ ഹൂ ഫിയർഫുള്ളി ലീഡ്സ് ഹിസ് ലൈഫ് വിത്ത് ദി നോളജ് ബീങ് അക്നോളജ് ദാറ്റ് വൺ ഡേ he is going to be accountable before the judgment seat of Christ, and such a man is the wisest man in this world. അതായത് വരുവാനിരിക്കുന്ന കർത്താവിന്റെ ന്യായാസനം മുമ്പാകെ ഒരു നാൾ തന്റെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകം താൻ വിടർത്തി കൊടുക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തോടെ ഇവിടെ തന്റെ ജീവിതത്തെ ദൈവസന്നയിൽ കൃത്യതയോടെ നയിക്കുന്ന അല്ലെങ്കിൽ നീതിയോടെ നയിക്കുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് ചാൾസ് ഹേഡൻ സ്പർജൻ പ്രസ്താവിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്ക് നിങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. എനിക്ക് നിങ്ങൾക്ക് ഇവിടെ അവകാശങ്ങളുണ്ട്, അത് എല്ലാറ്റിനുള്ള അവകാശമല്ല. എനിക്ക് നിങ്ങൾക്കും ഇവിടെ ജീവിതമുണ്ട്, അത് എങ്ങനെയും ജീവിക്കാനുള്ള ജീവിതമല്ല. നമ്മുടെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ, നമുക്ക് ലഭിച്ച സാവകാശങ്ങളെ അനീതിക്കായി പ്രവർത്തിക്കാതെ, നമുക്ക് ലഭിച്ച ജീവിത നാളുകളെ നമ്മൾ ദോഷം പ്രവർത്തിക്കാനായി ഉപയോഗിക്കാതെ, ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ, ദൈവത്തിന് ഇഷ്ടമുള്ള നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവേഷ്ടം ചെയ്ത് ജീവിക്കുവാൻ നാം സമർപ്പിതരാകുന്നു എങ്കിൽ കർത്താവിന്റെ വിധിയുടെ നാളിൽ ഞാൻ നിങ്ങളും ലജ്ജിക്കേണ്ടതായി വരികയില്ല. അതല്ല എങ്കിൽ നാം എല്ലാവരും കർത്താവിന്റെ ന്യായസ്വഭാവം നിൽക്കുകയും അവിടെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളെയും കർത്താവ് സൂക്ഷ്മ നിരീക്ഷണത്തെ വിധേയപ്പെടുത്തുകയും അവിടെ വെച്ച് നാം ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് ദൈവം നമ്മോട് ഖണ്ഡിതമായി ഏർപ്പെടുകയും ചെയ്യും. ചിലർ ലജ്ജിക്കും, ചിലർ ദൈവസ്ഥനിൽ സന്തോഷിക്കും. ആകയാൽ വരുവാനിരിക്കുന്ന കർത്താവിന്റെ ന്യായാസനം മുമ്പാകെ, നീതിയോട് വിധിക്കുന്ന ദൈവത്തിനായ യേശുക്രിസ്തുവിന് മുമ്പാകെ ഒരു നാളിൽ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ കണക്ക് മുഴുവൻ തുറന്നു കൊടുക്കേണ്ടവനാണ്. അവിടെ ഞാൻ സത്യസന്ധമായി വിധിക്കപ്പെടുകയും എനിക്ക് എന്റെ പ്രവൃത്തിക്കടുത്ത നിലയിലുള്ള ന്യായവിധി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള ഉത്തമമായ ബോധത്തിലൂടെ ഈ ക്രിസ്തീയ ജീവിതം ഇവിടെ ക്രമപ്പെടുത്തുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിന്റെ ക്രമക്കേടിനെ സംബന്ധിച്ച് ഭൂമിയിലെ ഒരു കോടതി കണ്ടെത്തി അതിനർഹമായൊരു ശിക്ഷ കൊടുത്തതിൽ നാം സന്തോഷിക്കുന്നത് ദാറ്റ്സ് ഓക്കെ. മരിച്ചയാളിന് നീതി ലഭിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് കൃതാർത്ഥതയുണ്ട്. അപ്പോൾ തന്നെ ശിക്ഷിക്കപ്പെട്ട ആളുകളോട് എനിക്കുള്ളത് അനുകമ്പയാണ്, എനിക്കുള്ളത് വാസ്തവത്തിൽ ഹൃദയത്തിന്റെ വേദനയുമാണ്. ജീവിതത്തിന്റെ ഉന്നതമായ നിലവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആളുകൾ, മാതൃകയുള്ളവരായി ജീവിക്കേണ്ട ആളുകൾ കുറ്റക്കാരായി വിധിയെഴുതപ്പെടുകയും പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വാസ്തവത്തിൽ അത് നമ്മിൽ ഓരോരുത്തരുടെയും നെഞ്ചിന് നേരെ വില ചൂടുന്ന ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം എത്രമാത്രം ഭയത്തോടും എത്രമാത്രം വിശ്വസ്തയോടും എത്രമാത്രം പരമാർത്ഥത്തോടും കൂടെ ജീവിക്കുവാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ള വലിയൊരു ഗുണപാഠം കൂടെ വാസ്തവത്തിൽ ഈ ജഡ്ജ്മെന്റ്
നമ്മുടെ മുമ്പാകെ നിരത്തിവെക്കുകയാണ്. നമ്മുടെ കർത്താവ് വരുവാൻ താമസിച്ചാൽ നമ്മുടെ കർത്താവിന് സന്നയിൽ വിശുദ്ധരും നിഷ്കളങ്കരും പരമാർത്ഥമുള്ള ഹൃദയമുള്ളവരുമായി നീതിയുടെ കിരീടം പ്രാപിക്കത്തക്ക നിലയിൽ വിശ്വസ്തയോടെ നിവർന്നു നിൽക്കുവാൻ കഴിയുന്ന ഒരു നല്ല മാതൃകാ ജീവിതം, സാക്ഷ്യമുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. യഹോവ നിന്റെ നീതിയെ മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കും എന്നുള്ള പ്രവാചക വാക്യം നമുക്കുണ്ട്. അന്ന് നാം ലജ്ജിച്ചു പോകാതെ ദൈവം ഭാഗം നിവർന്നു നിൽക്കുവാൻ കഴിയേണ്ടതിന് കർത്താവിന്റെ വചനത്തെ അനുസരിച്ച് ജീവിത വിശുദ്ധിയുള്ളവരായി, പരമാർത്ഥമുള്ള ഹൃദയമുള്ളവരായി, സത്യസന്ധതയുള്ളവരായി ദൈവം ഭാഗെ മുമ്പോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിലെ ഈ പ്രസന്റേഷൻ ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ബഹുത്തരമായ ശുശ്രൂഷയും സുവിശേഷം ടൈറ്റസ് ഫ്രം ഇടയാനുള്ള. താങ്ക് യു.